ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ശരത് ടെക്കച്ചിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന BSNL പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, BSNL എനി നെറ്റ്വർക്കിലോട്ട് നമുക്ക് പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ BSNL ആണ് പോർട്ട് ചെയ്യുന്നത് പറയുന്നത്. BSNL പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുറേ പേര് 2.5 ലക്ഷത്തോളം ആൾക്കാർ BSNL മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ റേഞ്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാൻ. അതിനുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. BSNL പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പോർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഫോണിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. ബാലൻസ് വേണം. കാരണം നമ്മൾ എപ്പോഴാണോ റീചാർജ് തീരുന്ന അപ്പോഴൊക്കെ ആയിരിക്കുമല്ലോ ആൾക്കാർ പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാൻ എപ്പോഴാണോ തീരുന്നത് അതിനൊരു 2-3 ദിവസത്തിന് മുന്നേ പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ ഒരു പോർട്ടിങ് മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കണം. അപ്പോൾ അതിന് പൈസ വേണം, അല്ലെങ്കിൽ പ്രത്യേക റീചാർജ് ചെയ്യേണ്ടി വരും നമ്മൾ. അതിനുവേണ്ടി പ്രത്യേക റീചാർജിന് പകരം 2 ദിവസം മുന്നേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടോപ്പപ്പ് വല്ലതും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ടോപ്പപ്പ് ഇപ്പോൾ ജിയോയ്ക്ക് എയർടെലിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ടോപ്പപ്പ് എന്തെങ്കിലും 10 രൂപ ടോപ്പപ്പ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അതൊന്നും ചെയ്തിട്ട് നമ്മൾ UPC യൂണിക്ക് പോർട്ടിംഗ് കോഡ് എന്ന് പറയും. അത് ഒരു കോഡ് ഉണ്ട്. 1900 നമുക്ക് പോർട്ട് എന്നുള്ളത് ക്യാപിറ്റൽ അടിച്ചിട്ട് നമ്മുടെ 10 ഡിജിറ്റ് നമ്പറോട് അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് യൂണിക്ക് പോർട്ടിംഗ് കോഡ് എന്ന് പറഞ്ഞാൽ UPC എന്നിട്ട് കോഡ് കിട്ടി. ഈ കോഡും കൊണ്ട് വേണം നമ്മൾ പോകാൻ. അല്ലെങ്കിൽ നമ്മൾ BSNL ഓഫീസിൽ ചെന്ന് അപ്പം തന്നെ അവർ ചെയ്തു തരും. പക്ഷേ ഫോണിലെ ബാലൻസ് കാണണം. നമ്മൾ ഏത് നെറ്റ്വർക്കിലാണോ മാറേണ്ടത് ആ നെറ്റ്വർക്കിലോട്ട് നിങ്ങൾ ആ ഒരു യൂണിക് പോർട്ടിംഗ് കോഡിന്റെ നമ്പറുമായിട്ട് ചെല്ലണം. അല്ലെങ്കിൽ അവർ എടുത്തു തരും. നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് വരും. ഇച്ചിരി താമസിക്കുകയും ചെയ്യും. ചില BSNL പല നെറ്റ്വർക്കിന്റെ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ പോർട്ടിംഗ് കോഡ് നമുക്ക് ഒരു 5 തൊട്ട് 7 ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 5 ആക്കി കുറച്ചിട്ടുണ്ട്. 5 ദിവസത്തിനുള്ളിൽ ആ ഒരു പോർട്ടിംഗ് കോഡ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ കോഡ് അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പൊ 7 ദിവസം 5 ദിവസം ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോഴാണോ പോകുന്നത് അതിന് മുന്നേ ഒരു 2 ദിവസം മുന്നേ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ തലേന്നോ വല്ലതും ചെയ്താൽ മതി. യൂണി പോർട്ടിംഗ് കോഡിലോട്ട് മെസ്സേജ് അയച്ചു 1900. പിന്നെ ഒരു ആധാർ കാർഡ് വേണം. പിന്നെ നമ്മൾ BSNL ചെല്ലുമ്പോൾ 20 രൂപയൊക്കെ BSNL മേടിക്കുന്നുണ്ട് സിമ്മിന് വേണ്ടി പൈസ. നേരത്തെ മേടിക്കുന്നില്ലായിരുന്നു, ഈ ആഴ്ച തൊട്ട് സിമ്മിന് വേണ്ടി അവർ പൈസ മേടിക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. 20 രൂപ വെച്ച് ചില BSNL ഓഫീസുകൾ 20 രൂപ വെച്ച് മേടിക്കുന്നുണ്ട്. ചിലയിടത്ത് ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ പോയെടുത്ത് ഉണ്ട്. BSNL 20 രൂപ വെച്ച് നമുക്ക് ആ ഒരു സിമ്മിന് ചാർജ് മേടിക്കുന്നു. നിങ്ങൾ ന്യൂ സിം എടുക്കുവാണെങ്കിൽ ഫ്രീ ആയിരിക്കും, സിമ്മിന്റെ ചാർജ് എടുക്കത്തില്ല. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ 108ന്റെ പ്ലാൻ എടുക്കും. 108 ഉണ്ട്, 200 ഉണ്ട്. 108ന് ചെയ്യുവാണെങ്കിൽ ഒരു 1 GB ഡേറ്റ വെച്ചിട്ട് 30 ദിവസത്തേക്ക് നമുക്ക് കിട്ടും. അൺലിമിറ്റഡ് ആയിട്ട് കോളിംഗും ഒക്കെ കിട്ടും. ഒരു അത്യാവശ്യം നല്ലൊരു പ്ലാനായിട്ട്, സ്റ്റാർട്ടിംഗ് പ്ലാനായിട്ട് നോക്കാവുന്ന ഒരു പ്ലാനാണ്. ഇനി 249ന്റെ ഒരു പ്ലാൻ ഉണ്ട്. അത് ചെയ്താൽ നമുക്ക് ഡെയിലി 2 GB വെച്ച് 45 ദിവസത്തേക്ക് കിട്ടും. അതും അത്യാവശ്യം നല്ലൊരു പ്ലാനാണ് വരുന്നത്. ഈ 2 പ്ലാനുകളാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സിം എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് ഈ ഒരു ആനുകൂല്യം കിട്ടത്തില്ല. ഈ ഒരു പ്ലാൻ നമുക്ക് പിന്നെ എടുക്കാൻ സാധിക്കത്തില്ല. പക്ഷെ 107ന്റെ പ്ലാൻ നമുക്ക് എടുക്കാൻ തോന്നുന്നത്. എനിക്ക് എപ്പോഴും അല്ലാത്ത ഫോണുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. 107, 108 അങ്ങനെ പോകുന്നുണ്ട് ഗൂഗിൾ പേയിലൊക്കെ ചെയ്യുന്ന സമയത്ത്. ആ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് ഈ ഒരു 45 ദിവസത്തിന്റെ, പക്ഷെ ഈ പറഞ്ഞൊരു പ്ലാൻ അല്ല. അത് എനിക്കൊന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള പ്ലാനുകളാണല്ലോ. ഒന്ന് 249ന്റെ ഈ 108ന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾ പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞ് ഇത് ആക്ടിവേഷൻ ആകത്തുള്ളൂ. 2-3, ചിലപ്പോൾ ഒരു 2 ദിവസം 3 ദിവസം, 3 വർക്കിംഗ് ഡേ എന്നാണ് അവർ പറയുന്നത്. ഈ 3 വർക്കിംഗ് ഡേയിനുള്ളിൽ നിങ്ങളുടെ പോർട്ട് ചെയ്ത സിം ആക്ടിവേഷൻ ആയി തുടങ്ങും. ആ ഒരു സിമ്മിലോട്ട് ഫുള്ളി ആക്ടിവേറ്റ് ആവും. അപ്പം നിങ്ങൾ ഇപ്പൊ വോഡഫോൺ ഒക്കെ ആണെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്തുകൊണ്ട് പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ പോർട്ട് ചെയ്യില്ല പലരും വിളിക്കും, പക്ഷെ അതൊന്നും ഓപ്പൺ ചെയ്യില്ല. അവർ പലരും മെസ്സേജ് അയക്കാൻ പറയും. അതൊന്നും മെസ്സേജ് അയക്കില്ല. അത് മിക്കവാറും അത് ഈ പോർട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യരുത്. അത് ചെയ്താൽ പോർട്ടിങ് കട്ടാവും. അപ്പോൾ നിങ്ങൾ പഴയ നിങ്ങളുടെ നെറ്റ്വർക്കിലോട്ട് മാത്രം മാറും നിങ്ങളുടെ. അതൊരു പണിയാണ്. അപ്പോൾ പല നെറ്റ്വർക്ക് ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നെറ്റ്വർക്ക് മാറുന്നവർ മാത്രം, ഏത് നെറ്റ്വർക്കിലോട്ടോ മാറുന്ന ആ നെറ്റ്വർക്കിലെ ആൾക്കാർ മാത്രം വിളിക്കുകയാണെങ്കിൽ അതിന് അറ്റൻഡ് ചെയ്യുക. അല്ല നിങ്ങളുടെ പഴയ നെറ്റ്വർക്കിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കും. അത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക മിക്കവാറും. പിന്നെ പോർട്ടിങ്ങിന്റെ ഇത് നീണ്ടുപോകാം. 15 ദിവസം വരെ നമുക്ക് ചിലർക്ക് കിട്ടാതിരുന്നിട്ടുണ്ട്. പക്ഷെ 3 വർക്കിംഗ് ഡേയ്സ് വരെയാണ് പോയേക്കുന്നത്. 2-3 മാക്സിമം 3 വരെ പോകും. 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് പുതിയ സിം എടുക്കുന്നവർക്ക് അന്ന് വൈകിട്ടത്തേക്കുള്ളിൽ തന്നെ ഇത് കിട്ടും. പക്ഷെ 7 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-9 മണി ആകുമ്പോഴത്തേക്ക് ആക്ടിവേഷൻ ആവത്തുള്ളൂ. പുതിയ സിം ഫ്രീ ആണ് BSNL. പക്ഷെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഒരു 7-8 മണിക്കൂർ ആക്ടിവേഷൻ ആവും. നമുക്ക് 8 മണിക്ക് ഇപ്പൊ രാവിലെ എടുത്തു കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 8 മണിക്കുള്ളിൽ, ചിലപ്പോൾ വൈകിട്ട് എടുക്കുന്നവരാണെങ്കിൽ പിറ്റേന്ന് രാവിലത്തേക്കൊക്കെ ആവത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയൊക്കെയുള്ള പോർട്ടിങ്ങിനെ കുറിച്ച് പറയാം. നിങ്ങൾ പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റേഞ്ച് ചെക്ക് ചെയ്തിട്ട് വേണം പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ ഏത് നെറ്റ്വർക്കിലോട്ട് നിങ്ങൾ മാറിയാലും നിങ്ങളുടെ റേഞ്ച് ചെക്ക് ചെയ്യുക. BSNL ആണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത്. നിരക്കുകൾ വളരെ കുറവാണ്. അത്യാവശ്യം നല്ല ഒരു പ്ലാനുകൾ വന്നിട്ടുണ്ട് നമുക്ക് BSNL. ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ
ഇതിനകത്ത് നോക്കിയ കാര്യങ്ങളും എല്ലാം ബി എസ് എന്നിലോട്ട് മാറുന്നതിൻ്റെ എല്ലാം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏതൊക്കെ പ്ലാനുകളാണെന്നുള്ളത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോർട്ട് ചെയ്ത് ബി എസ് എന്നിലോട്ട് മാറിയവർ ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ റീചാർജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. റീചാർജും കാര്യങ്ങളും എല്ലാം കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യുക. ബി എസ് എന്നിലോട്ട് പോർട്ട് ചെയ്യുന്നവർ നിങ്ങൾ റേഞ്ച് നോക്കും. മസ്റ്റ്ലി റേഞ്ച് നോക്കിയിട്ട് പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഒത്തിരി പേര് പോർട്ട് ചെയ്തിട്ടുണ്ട്. പോർട്ട് ചെയ്തവർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് റേഞ്ച് ഇല്ല, തിരിച്ച് നമ്മൾ പഴയ നെറ്റ്വർക്കിലോട്ട് വരാൻ ഒരിക്കലും പറ്റത്തില്ല. 90 ദിവസം കഴിയാതെ നമുക്ക് വേറൊരു നെറ്റ്വർക്കിലോട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. അത് നിങ്ങൾ ആലോചിച്ചോണം. നിങ്ങളൊരു നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു സിം നിങ്ങൾ എടുത്ത് പോർട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. 90 ദിവസം കഴിയാതെ നിങ്ങൾക്ക് ഒരു സിം പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിലോട്ട് പോർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങൾ നെറ്റ്വർക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പോർട്ട് ചെയ്യുക. പോർട്ട് ചെയ്യാനിരിക്കുന്നവർ ബി എസ് എൻ അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട്. സിറ്റിയിലൊക്കെ ഉള്ളവർക്കും അത്യാവശ്യം ഓൾമോസ്റ്റ് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിലും നെറ്റ്വർക്ക് റേഞ്ച് ആണ് അതിൻ്റെ ഇഷ്യൂ വരുന്നത്. കോളിംഗ് റേഞ്ച് ഒക്കെ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ 4G കോളിംഗ് ഒന്നും ബി എസ് എല്ലിൽ ഇനി ഉടനെ വരുന്നുണ്ട്. 4G കുറേ നെറ്റ്വർക്ക് അവർ ദൃഢവാക്കാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. 4G നെറ്റ്വർക്ക് എല്ലാം കുറച്ചൊരു സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബി എസ് എല്ലിൽ കുറേ ടവറുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കുറേ ടവറുകൾ ഇനി വരുന്നുണ്ട്. അത്യാവശ്യം 4G ഉടനെ ഉള്ളിൽ വരും. ഓഗസ്റ്റ് സെപ്റ്റംബറിനുള്ളിൽ വരും. എന്തായാലും ഓഗസ്റ്റ് 15 എന്തായാലും ബി എസ് എന്നിൽ ഒരു ന്യൂ അപ്ഡേറ്റ് കാണും. ഇപ്പോൾ ടാറ്റ എടുത്തിട്ടുണ്ടല്ലോ ബി എസ് എന്നിൽ. അപ്പം അത് ടാറ്റയും കൂടെ കൈ ഓർക്കുമ്പോഴത്തേക്ക് ബി എസ് എൽ ഒരു വൺ ഇതായിട്ട് മാറും. അച്ചീവ്മെന്റ് ആയിരിക്കും. കാരണം ടാറ്റ ഡോകോമോ അല്ലല്ലോ, ടാറ്റ ഡോകോമോ ഒറ്റയ്ക്ക് വന്നതാണ്. ഇതൊരു നല്ലൊരു ഇന്ത്യൻ ഒരു ഭാരതത്തിന്റെ ഒരു സിം. അത് ടാറ്റയും കൂടെ കൈ ഓർക്കുമ്പോൾ വലിയൊരു വിപ്ലവം തന്നെ വരാം. 5G തന്നെ അവർക്ക് എല്ലാവരും എതിരാളികളാണെങ്കിലും ടാറ്റയുടെ ടെക്നോളജികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് സിമ്മിൽ കുറേ കൂടെ മാറ്റങ്ങളൊക്കെ വരുത്തും. 5Gയിലും പ്ലാനുകൾക്ക് നിരക്കുകൾ കുറയ്ക്കും. അത്യാവശ്യം നല്ലതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇനി ഇത്രയൊക്കെയുള്ളൂ പറയാൻ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മസ്റ്റിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് വിടണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.